നമ്മുടെ കൊല്ലത്തെ ക്ഷീരകർഷകൻ ഒരു ഡപ്പ പാല് തലവഴി കമത്തിയ സംഭവം ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പൊ ഇത് കണ്ടപ്പോ ആദ്യം എല്ലാവരും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, സംരംഭകർ വളർന്നു വരണ്ടേ, ക്ഷീരകർഷകരെ പ്രൊമോട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പറയുന്ന ക്ഷീരകർഷകൻ അച്ചച്ചേ മോശം 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 മ്ലേച്ഛം എന്ന സാധനമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഇത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ പിടിച്ച സാധനമാണ്. ഈ കൺഫ്യൂഷൻ പിടിച്ച സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൊല്ലത്തിനകത്ത് നടന്ന സംഭവമാണ്. ഈ വിഷ്ണു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ വിഷ്ണുവിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുള്ളി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് വേറെ സീൻ, അതെങ്ങനെയും പോട്ടെ. അപ്പൊ നമ്മളെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടുതലായിട്ട് ചോദിക്കുന്നത് വേറെ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ കൊല്ലത്ത് പാല് സൊസൈറ്റി ഉണ്ട്, പാൽ സൊസൈറ്റി ഉണ്ട്. ഇവിടെ കർഷകര്, ക്ഷീരകർഷകര് പശുവിന്റെ പാല് കറന്ന് ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്ന ആളുകൾ ആ പാലെടുത്തിട്ട് അവരുടെ ഒരു നീല മെഷീൻ ഉണ്ട്. ഈ മെഷീന്റെ അകത്ത് ഈ പാലിന്റെ സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ വെള്ളത്തിന്റെ കണ്ടന്റ്, അതുപോലെ തന്നെ ഇതിനകത്ത് കൊഴുപ്പ്, ഈ പാലിന്റെ മേന്മ, ക്വാളിറ്റി അളക്കും. ക്വാളിറ്റി അളത്തിട്ട് ഇവർക്ക് ഒരു വില കൊടുക്കും. ഇതാണ് ബേസിക് സംഭവം. അപ്പോ വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യന്റെ പാല് മാത്രം അവിടെ എടുക്കുന്നില്ല. എടുക്കാത്തതിന്റെ കാരണം ആരാഞ്ഞപ്പോ പല കാരണങ്ങളും പറയുന്നു. നമുക്കതിലും അതിനെ പ്രതിഷേധിച്ച് വിഷ്ണു തലവഴി പാലെടുത്ത് കമത്തി അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു. പുള്ളിക്കാരൻ കുറെ അലിഗേഷൻസ് പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ സംഭവം. ഈ ഒന്നാമത്തെ സംഭവം നമുക്കൊന്ന് കാണാം. അതെന്താ പാലെടുക്കാൻ പറ്റാത്തത്? അതെന്താ എന്റെ പാല് മാത്രം എടുക്കാൻ പറ്റാത്ത കാരണം എന്താ? എന്റെ പാലിന് എന്താ കുഴപ്പം? ഞാൻ ഇവിടെ 6-7 വർഷമായിട്ട് പാൽ കഴിക്കുന്നല്ലോ. എന്റെ പാലിനെന്താ? എന്റെ പാലിനുള്ള പ്രത്യേകത ഉണ്ടോ? എനിക്കും പ്രത്യേകിച്ച് ഞാനും ചേച്ചി വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ചേച്ചി ഇതുവരെ മോശമായിട്ട് എന്റെ ഭാര്യയും ചീത്ത വിളിച്ചു. ഞങ്ങൾ അത് സഹിച്ചു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ചീത്ത വിളിച്ചു. പ്രസിഡന്റ് പാൽ തട്ടി പറഞ്ഞു. എനിക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പാൽ പുള്ളി പറയുന്ന ഒന്നാമത്തെ അലിഗേഷൻ, ഇവര് ചീത്ത വിളിച്ചു. ഞാൻ മാന്യമായിട്ട് സംസാരിച്ച് അതിനൊരു മറുപടി അവർ കൊടുക്കുന്നില്ല. അപ്പൊ ചീത്ത വിളിച്ചിട്ടുണ്ടാവാം. പാല് ഇദ്ദേഹത്തിന്റെ പാല് മാത്രം എടുത്തില്ല, അതിനെയും അവര് വേറൊന്നും പറയുന്നില്ല. അപ്പോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അടുത്ത അലിഗേഷൻ, ഈ പാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒഴിക്കാത്തത്? ഞാൻ ഇവിടെ ഒഴിക്കുന്ന പാലിന് എനിക്ക് പൈസ ഇല്ല. അതാണ്ട് ഇവിടെയാണ് സംഭവം. കൂനയിൽ സഹകരണ സംഘം നെടുങ്ങോലം പരവൂര്, നമ്മുടെ ഇവിടെ അടുത്താട്ടാ. 1 മാസത്തിന് മുമ്പേ നടന്നു. 1 വർഷമോ 10-15 പ്രാവശ്യം ചേച്ചി എന്റെ ബില്ല് സജീവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേരിൽ അടിച്ചു വെച്ച് എനിക്ക് എന്തോരം നഷ്ടം വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ. 5-6 മാസമായിട്ട് പാല് വാങ്ങിക്കുന്നത് വിഷ്ണുവിന്റെ എന്റെ ബില്ല് സജീവൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ അടിച്ചു കൊടുത്തു, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയോ. അപ്പൊ അതിനും അവരുടെ പ്രതികരണം കാണുന്നില്ല. സോ അതും അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന അനുമാനത്തിൽ നമുക്ക് എത്തേണ്ടതായി വരും. അതിനുശേഷം ഈ വിഷ്ണു അദ്ദേഹത്തിന്റെ വിഷ്ണു VS ഡയറി ഫാമിൽ നിന്ന് കൊടുക്കുന്ന പാലിന്റെ ക്വാളിറ്റി, അദ്ദേഹത്തിന് നിന്നും പാല് കൺസ്യൂം ചെയ്യുന്ന കസ്റ്റമേഴ്സ് പറയുന്ന റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ പുള്ളി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പുള്ളി പശുക്കളെ ഒരുപാട് വിൽക്കുന്നുണ്ട്. ഈ പശുക്കളെ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അസൂയ മൂത്തിട്ടാണ് അയാളുടെ പശുവിനെ ആരും വാങ്ങാത്തതെന്നാണ് മറ്റൊരു അലിഗേഷൻ വരുന്നത്. ഇനി ഈ പശുക്കളെ വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പാൽ എന്തുകൊണ്ട് ഈ സൊസൈറ്റി എടുക്കുന്നില്ല എന്ന വിഷയത്തിനെ കുറിച്ചിട്ട് മറ്റൊരു പേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് പറയുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു ക്ഷീര കർഷകനെയല്ല, ഇദ്ദേഹം ഒരു പറ്റിപ്പനാണ്, ഉഡായിപ്പണിവൻ എന്നാണ് ഇവര് പറയുന്നത്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരന്റെ പാലിന് ക്വാളിറ്റി ഇല്ല. ഈ പുള്ളിക്കാരൻ ഒരു പശുവിനെ കാണിച്ച് കൊതിപ്പിക്കും, മോഹവില പറഞ്ഞ് കൊതിപ്പിക്കും. എന്നിട്ട് ആ പശു അല്ലാതെ ഊതി കഴിഞ്ഞാൽ മറിഞ്ഞടിച്ച് വീഴുന്ന പശുവിനെ കൊടുക്കും. ഇങ്ങനെ ഒരുപാട് ഉടായിപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ വിഷ്ണു. ഇവൻ യുവ സംരംഭകനല്ല, ഇവനെ വളരാൻ അനുവദിച്ചുകൂടെ ചെച്ചാണ് ഇവൻ എന്നാണ് ആ നാട്ടിലുള്ള കുറെ ആളുകൾ ഒന്നടങ്കം പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ കാണാം. എന്നെ കണക്ക് ക്ഷീരകർഷകനല്ല. പശുവിനെ കച്ചവടം ജീവിക്കുന്നത് കർഷകന്മാരോട്. ആ പകല് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്ന പാലിനകത്ത് വേറെ ചള്ളു പാല് കൊണ്ടുവന്ന് ഒഴിക്കാൻ നമ്മൾ താമസിക്കും. എന്തുകൊണ്ട് അവിടെ പാലെടുക്കുന്നില്ല? എന്തുകൊണ്ട് പിരിയുന്നത്? അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പശു ഇന്ന് വെച്ചാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്നത്. അതാണ് പിരിയുന്നത്. അവൻ കൊണ്ടുവന്ന് അന്ന് തലേ കൂടെ ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. മഞ്ഞ കളറാണ് ആ പാല്. നല്ല രീതിയിൽ പോണ ഒരു സൊസൈറ്റി. അത് മഞ്ഞ കളറായിരുന്നോ? നമുക്കൊന്നും കൂടെ പരിശോധിക്കാം. ഇനി ഇതിനകത്ത് പറയുന്നത്, അവിടെ സ്ഥിരമായിട്ട് പാൽ ഒഴിക്കുന്ന ഒരുപാട് പേര് പറയുന്നത് യവന്റെ പാല് മോശമാണെന്നാണ്. അതായത് നമ്മൾ ഒരു കിണർ വെള്ളം, ആ കിണർ വെള്ളത്തിലേക്ക് നഞ്ചെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനം കലക്കി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പന്നലാവും. ഈ സെയിം സെറ്റപ്പാണ് വിഷ്ണുവിന്റെ പാലിനെ കുറിച്ച് പറയുന്നത്. ഇവരെല്ലാം കൊടുക്കുന്ന നല്ല പാലിന്റെ കൂടെ വിഷ്ണു കൊണ്ടുവരുന്ന മോശം പാല് കലർത്തി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പാല് മോശമാവും. അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ പാൽ എടുക്കാത്തതെന്നാണ് ഇവർ പറയുന്നത്.
ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ പോണതാ. ഞാൻ RSS പ്രവർത്തനമാണ്. ഇവിടെ CPM കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആർക്കും ജാതിയോ മതപരമുണ്ട്, ആർക്കും യാതൊരു വിവേചനമില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശു 3 ദിവസം 4 ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത്. ആ പശുവിന്റെ പാല് പിഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ കുറെ എലിഗേഷൻസ് ആണ് നാട്ടുകാർ പറയുന്നത്. അവിടുന്ന് കൊണ്ടുവരുന്ന പശുവിനെ കുറെ നാൾ ഇങ്ങനെ 3-4 ദിവസം പാല് കറക്കാതിരുന്നു, പാല് കറന്നിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ പാലിന്റെ ക്വാളിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പശുവിന്റെ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശുക്കൾക്ക് ചില ഗുളികൾ കൊടുക്കാറുണ്ട്. ഈ ഗുളികൾ കാരണം ഇവരുടെ ഈ ഒരുപാട് പാല് ആദ്യത്തെ ഇതിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ആദ്യത്തെ കറന്ന് എടുക്കുന്നതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചില ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടത്രേ. അപ്പൊ ആ സമയത്ത് ആ പാല് ഇതിന്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളാബറിക്കേഷൻ ഓഫ് ദി ആന്റിസിപ്പേറ്ററി ബെയിലാണെന്നാണ് പറയുന്നത്. അതാണ് സത്യാവസ്ഥ. ഇവന്റെ പാല് കാരണം നമുക്കവിടെ പാൽ ഒഴിക്കാൻ പറ്റുന്ന അവസ്ഥ. അവന്റെ പാൽ എടുക്കുമെങ്കിൽ ഞാൻ ഒഴിക്കൂല്ലെങ്കിൽ ഞങ്ങൾ ആരും ഒഴിക്കത്തില്ല. ഒരു മനുഷ്യൻ പൊതുവോ തീരുമാനം അവന്റെ പാൽ എടുക്കണം. പൊതുവാൻ തീരുമാനിച്ചതാണ്. അവന്റെ പാൽ എടുക്കണം. ഓക്കെ, പൊതുയോഗം തീരുമാനിച്ചാണ് അവന്റെ പാലെടുക്കത്തില്ലെന്ന്. അതായത് കുറച്ചധികം ആളുകൾ ഒന്ന് ചേർന്നെടുത്ത തീരുമാനമാണ് ധവന്റെ പാലിന് എടുക്കണ്ട, ധവന്റെ പാലെടുത്താൽ നമ്മൾ ആരും ഇനി പാല് തരില്ല കേട്ടോ ഈ സാധനം. അതുകൊണ്ടാണ് അവർ പാലെടുക്കാതിരുന്നത്. ഇനി നമ്മുടെ ഈ വിഷ്ണു ഉണ്ടല്ല, വിഷ്ണു ഇതിനൊരു മറി എക്സ്പ്ലനേഷനായിട്ട് വരുന്നുണ്ട്. വിഷ്ണുവിന്റെ സാധനം ഭയങ്കര വയറലായി. മറി എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്കിത് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കോംപ്ലിക്കേഷൻസ് നമുക്കൊന്ന് പറയാം. ആദ്യം നമുക്ക് വിഷ്ണുവിന് ഈ പറഞ്ഞ നാട്ടുകാരുണ്ടല്ലോ അതിനെ കുറിച്ച് പറയാനുള്ളത് കേൾക്കാം. അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമാണെന്നാണ് പലരും നാട്ടുകാരെല്ലാം പറയുന്നത്. കാരണം ആ ചേട്ടന്റെ കുഞ്ഞുമോനാണ്. അയ്യോ, നമ്മൾ മറ്റേ പാലിന്റെ കളർ നോക്കിയില്ല, അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഈ മഞ്ഞ കളറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് കൊഴുപ്പ് കൂടിയാലും അങ്ങനെ വരുമോ എനിക്കറിയത്തില്ല. നമുക്ക് ഏതെങ്കിലും വിഷ്ണുവിന്റെ വീഡിയോയിലേക്ക് ബാക്ക് ടു വിഷ്ണുവിന്റെ റിയാക്ഷൻ വീഡിയോ. അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമാണെന്നാണ് പലരും നാട്ടുകാരെല്ലാം പറയുന്നത്. കാരണം ആ ചേട്ടന്റെ കുഞ്ഞുമോനാണ് 2-3 ആഴ്ച മുന്നേ എന്റെ വീടിന്റെ മുൻവശത്ത്, ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, എന്നെ കോൾ ഡീറ്റെയിൽസും പുള്ളിക്കാരന്റെ മോൻ എന്നെ വിളിച്ചതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. പുള്ളിക്കാരന്റെ മോന്റെ പശു കാല് കുരുങ്ങി വന്ന് വീണു, പശുവിന്റെ കുഴ തെറ്റി. ഡോക്ടർ വന്ന് പറഞ്ഞു ഇനി പശു എണീക്കത്തില്ല. ആ പശുവിനെ വന്ന് അറവുകാർ വന്ന് 1 രൂപ പോലും തരാതെ ആ പശുവിനെ എടുത്തോണ്ട് പോയി. കരഞ്ഞു വിളിച്ചാണ് ഇദ്ദേഹത്തിന്റെ മോൻ എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുൻവശത്ത് 3 വട്ടം വന്നു. ഒരു പശുവിനെ ഞങ്ങൾക്ക് വേണം ചേട്ടാ. ഇതൊക്കെ കോൾ എടുത്താണോ ആൻസർ ചെയ്താണോ? ആൻസർ ചെയ്തിട്ട് സംസാരിച്ചിരിക്കുന്നത് 41 സെക്കൻഡ്. ബാക്കിയുള്ള കോള് 41 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ പരിപാടികളൊക്കെ സംസാരിച്ച് തീർത്തു. നല്ലതാ. 12/12/2025 49 സെക്കൻഡ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ 1 മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ പശുവിന്റെ വയ്യാഴികയും കാലൊടിഞ്ഞതും കുരുക്ക് വീണതും എല്ലാം പറഞ്ഞു. 10-65 രൂപ വില വരുന്ന ഒരു പശുവിന് വേണം. ഞാൻ ആ പശു ഇവിടെ പശു ഉണ്ടായിട്ട് പോലും പശു കൊടുക്കാതിരുന്നറിയോ? പുള്ളിക്കാരന്റെ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയാണ്. കുളിക്കാതെ നനയ്ക്കാതൊക്കെ നിൽക്കുന്ന ഒരു ചേട്ടനില്ലേ, ആ ചേട്ടന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ ചേട്ടയുടെ പൊഴിക്കലിലുള്ളതാ. ഇവിടെ നമ്മുടെ കൊല്ലം മയ്യനാട് താഹ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരന് ഈ നാട്ടിലുള്ള എല്ലാ അസുഖമുള്ള പശുക്കളെയും അല്ലെങ്കിൽ അസുഖം ഇല്ലാത്ത പശുക്കളെ എല്ലാം നോക്കിയെടുത്ത് തെരഞ്ഞെടുത്ത് ആ പശുക്കളെ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യലാണ് ചേട്ടന്റെ ജോലി. പക്ഷെ എന്റെ വിഷ്ണു VS ഡയറി ഫാമിൽ ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തിട്ടില്ല. കാരണം ഇവിടെയുള്ള ആളുകൾ ആ ചേട്ടന്റെ ഒരു പേര് വിളിക്കാറുണ്ട്, വട്ടപ്പേര്, കണ്ണപ്പൻ എന്നാണ് വിളിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഏത് പശുവിനെ കണ്ടു കഴിഞ്ഞാലും ആ പശു രണ്ടിൽ വീഴുമെന്നാ പറയുന്നത്. വീണിരിക്കും. ഇതേ ഞാൻ കർഷകനാണ്, അവൻ കച്ചവടക്കാരനാണെന്ന് പച്ചക്കള്ളം. ഞാനിവിടെ പശു കച്ചവടം ചെയ്യുമ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെ രമണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കൊണ്ട് എന്റെ വസ്തുവില് പശുവിനെ നോക്കാൻ വന്നു. 70,000 വില പറഞ്ഞ പശുവിന് 45,000 വില പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് 55,000, 60,000, 62,000, 64,000 രൂപ. പശുവിന് 64,000 രൂപയ്ക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞ് സൊസൈറ്റിയിൽ പോയി പറഞ്ഞു. അവ 1,000 രൂപയ്ക്ക് എനിക്ക് പശുവിനെ തന്നില്ലെന്ന്. അപ്പൊ അങ്ങനത്തുള്ള ചേട്ടന് ഞാൻ ആ പശുവിന് 1,000 രൂപയിൽ കുറച്ച് തരാത്തതാണ് ചേട്ടന്റെ പ്രശ്നമൊന്നുമില്ല. എനിക്കറിയാം. ഞാൻ 1000 ഈ അമ്മാവന്, ഈ വീഡിയോയിൽ കാണുന്ന ഈ അമ്മാവന് ഇവിടുത്തെ സ്ത്രീകളുടെ അടുത്ത് വന്ന് ഇരിക്കാനും സംസാരിക്കാനും ആയിരിക്കും സമയം. അതുകൊണ്ടായിരിക്കും ആ സ്ത്രീകളുടെ വീഡിയോ ഇത്രയും ചെറുത്ത്, ഇത്രയും അങ്ങ് വൈഷമ്യം തീർന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതാണ്. ഈ വിഷ്ണുവിന്റെ മറുപടി വീഡിയോ ആണ്. ഈ മറുപടി വീഡിയോക്കകത്ത് വിഷ്ണുവിനെതിരെ സംസാരിച്ച എല്ലാരെയും കുറിച്ച് വിഷ്ണു മോശമാണ് പറയുന്നത്. അയാൾക്ക് മഞ്ഞപ്പിത്തച്ചേട്ടൻ, മറ്റില്ല അയാള് കണ്ണൻ, ഇയാൾക്ക് സ്ത്രീകളോട് അയാളെ മോൻ പശുവിനെ, എല്ലാരും കുറ്റം. വിഷ്ണു മാത്രം സെറ്റ്, ബാക്കി എല്ലാരും തെണ്ടുകൾ. ഈ ഒരു സാധനം ഇട്ടില്ലായിരുന്നെ ഞാൻ വിഷ്ണുവിനെ വിശ്വസിച്ചേനെ. ഇതെനിക്ക് ഭയങ്കര മോശം ഒരു സാധനമായിട്ട് തോന്നി. കാരണം പുള്ളിക്കാരനെതിരെ സംസാരിച്ച് എല്ലാവരും മോശമായിട്ട് പറഞ്ഞു. ഒരു സ്ഥലത്ത് 100 പേരുണ്ടെങ്കിൽ ഞാനൊരു തെറ്റ്, ഞാൻ തെറ്റാണ്. പക്ഷെ ഞാൻ പറയാണ്, നിങ്ങൾ 99 പേരും പൊട്ടന്മാരാണ്. ഭ്രാന്ത് വെച്ചോ. 100 പേരുള്ളിടത്ത് ഒരുത്തിന് ഭ്രാന്ത്. ഈ ഭ്രാന്തുള്ളവൻ പറയാം നിങ്ങൾക്ക് എല്ലാം പറ്റും, ഞാൻ മാത്രം നോർമൽ എന്ന് പറയുന്ന ഒരു സാധനമായിട്ടാണ് ഈ വിഷ്ണു പറയുന്ന സാധനത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം പുള്ളിക്കാരൻ അതിന്റെ ഫാക്റ്റ് അല്ല സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ സംസാരിക്കുന്നത് പ്യുവർലി പുള്ളിക്കാരനെതിരെ വന്ന അലിഗേഷൻസിന്റെ ഒരു ദേഷ്യമാണ് പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ വിഷ്ണു ആയാലും ഈ സൊസൈറ്റിയിലുള്ള ആളുകളായാലും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ പാല് കളക്ട് ചെയ്യുക.
പാല് കളക്ട് ചെയ്തതിനു ശേഷം അതിന്റെ പ്യൂരിറ്റി, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം അത് എടുക്കാൻ പറ്റാത്ത പാലാണ്, ഇന്നതാണ് അതിന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ പാല് റിജക്ട് ചെയ്യുക. അല്ലാതെ ഇപ്പം വരുമ്പോഴേ ഇവന്റെ പാല് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഒരു തെറ്റായ സാധനമായിട്ട് എനിക്ക് തോന്നി. ഇനി വിഷ്ണുവിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ സൊസൈറ്റിയിൽ നിന്ന് പാലെടുക്കില്ല. വിഷ്ണു മറ്റൊരു സൊസൈറ്റിയിലേക്ക് പോവാ, ഏത് സൊസൈറ്റിയിൽ വേണമെങ്കിലും പാല് കൊടുക്കാം. മറ്റൊരു സൊസൈറ്റി പോയിട്ട് അവിടെ പാല് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഇവർക്ക് ഈ പാലിന്റെ പ്യൂരിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞൊരു ബില്ല് ഒരു സാധനം കൊടുക്കും. നമ്മൾ ATM സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന പോലത്തെ ഒരു സ്ലിപ്പ് കൊടുക്കും. ആ സ്ലിപ്പിനകത്ത് ഈ ഇദ്ദേഹത്തിന്റെ പാലിന്റെ ക്വാളിറ്റി കാണിച്ചിട്ട് ഇദ്ദേഹം സംസാരിക്കണമായിരുന്നു. ഇതില്ല, പാല് കൊണ്ടുവന്നു, ഞാൻ തലവഴി ചോദിച്ചു, എന്റെ പാല് എടുത്തില്ല. അവര് അത് തന്നെ, അവൻ പാല് കൊണ്ടുവന്നു, നമ്മൾ എടുക്കാൻ പറ്റത്തില്ല, മറ്റേ ഇവിടുത്തെ പൊതുയോഗം തീരുമാനിച്ചു, അവൻ തലക്കൂടി വെച്ച് പോയി. ഇങ്ങനെയാണ് ഈ സംഭവം ഇത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചത്. ഇത് വളരെ മോശം സെറ്റിൽമെന്റ് ആയിപ്പോയി. അപ്പോ വിഷ്ണു എല്ലാവരും തെറ്റോട്ടോ മോനെ, നീയാ കറക്റ്റ്, നീ മാത്രമാണ് ശരി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. സബ്സ്ക്രൈബ് മറക്കല്ല കേട്ടോ. ബൈ.